മലയാളം പാട്ടുകളും മെലഡിയും അടിച്ചുപൊളിയൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഈ നാടിന്റെ പ്രിയപ്പെട്ട ഒരു ഗായകനെയാണ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. യെസ് അഷറഫ് ഖാൻ, ഓടിവാ. നമ്മൾ ഈ നാടിന്റെ ഒരു പ്രിയപ്പെട്ട ഗായകനാണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് മേഖല, അതായത് വളരെ കൃത്യമായിട്ട് ഇപ്പം നമ്മുടെ ഈ ഒരു ഗാനാഞ്ജലി എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ആയിട്ട് ഒരുപാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ ആള് പാടുന്നത് ഒരു മാപ്പിളപ്പാട്ടാണ് അല്ലേ? യെസ്, നമുക്കറിയാം മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് എപ്പോഴും മൈലാഞ്ചി മുഞ്ചുള്ള പാട്ടുകൾ തന്നെയാണ്. കേരളത്തില് ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ട് ഗായകരുള്ള ഒരു മണ്ണാണ് കാസർഗോഡിന്റെ മണ്ണ് എന്ന് പറയുന്നത്. അത്രയധികം ഗായകന്മാരുള്ള ഒരു മണ്ണാണ്. പ്രിയപ്പെട്ട ഒരുപാട് നല്ല എഴുത്തുകാരുള്ള ഒരു മണ്ണാണ് കാസർഗോഡിന്റെ മണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ അഷറഫ്ക്കയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് നമ്മൾ അടുത്ത, ഒരു മാപ്പിളപ്പാട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ആസ്വദിക്കാൻ പോകുന്നത്. അഷറഫ് റെഡി? യെസ്, ഓർഗനൈസേഷൻ റെഡിയാണ്, ആസ്വദിക്കും. മഹിയിൽ മഹാസിംഹെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മഹിയിൽ മഹാസിംഹെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവിൽ അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. അവളോട് മധുരിതമാം പേരാണ് ഹുസ്നുൽ ജമാല്. മഹിയിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് പലമഴവില്ലായിട്ടുണ്ടൊരു കനിമോളെ, അവളുടെ മധുരിതമാം പേരാണ് ഹുസ്നുൽ ജമാല്. ഹുസ്നുൽ ജമാൽ പൂവിന് കസവൊളിയും പെണ്ണിന് കിസ പറയാൻ കൂട്ടിനുണ്ടൊരു തെളിനോറ്, കഥയിൽ കിസ്മുരയാം ആ തോഴൻ ബദറുൽ മുനീറ്. മഹിയിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോളെ, അവളുടെ മധുവിധമാ പേരാണ് ഹുസ്നുൽ ജമാല്. അരമനയിൽ സുൽത്താന്റെ പരിചരനോ ഷീറിന്റെ പ്രിയമകനാണ് മൊഞ്ചൻ ബദറുൽ മുനീറ്. അവനെ പ്രിയതമനായി കാണുന്നു ഹുസ്നുൽ ജമാല്. മഹിയിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ല
മലർമഴവില്ലായി കൊണ്ടൊരു കനിമോളെ അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. യെസ്, സൂപ്പർ സൂപ്പർ, അടിപൊളി കേട്ടോ. കാരണം ചിന്തിച്ചു നോക്കി, എത്ര നല്ല ഗായകരാണ് ഈ സ്ഥലത്തുള്ളതെന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. അത്രയും മനോഹരമായിട്ടാണ് പാടിയത്, സൂപ്പറായിട്ട് പാടി, ഗംഭീരമായിട്ട് പാടി. പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു മണ്ണിൽ വന്നിട്ട് ഒരു മാപ്പിളപ്പാട്ട് പാടിയിട്ടില്ലെങ്കിൽ അത് വളരെ മോശമാണ്. ശരി.